എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് രൂപത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് അത് അവൈലബിൾ ആയിരിക്കുന്നത്. ടെലഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ക്വിസും കൂടി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ? ആരാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത്? ലേഡി അഗസ്റ്റ ആഡം ലവ്ലീസ്. ലേഡി അഗസ്റ്റ ആഡം ലവ്ലീസ് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ചിലതിൽ നമുക്ക് അഡ ലവ്ലീസ് എന്നും കാണാറുണ്ട്. അതും സെയിം ആണ് തന്നെയാണ്. അഡ ലവ്ലീസ് അല്ലെങ്കിൽ ലേഡി അഗസ്റ്റ ആഡം ലവ്ലീസ്. ഡാഷ് ഈസ് ദ ഹോൾഡിംഗ് പ്ലേസ് ഫോർ ദ ഐറ്റം യു ഹാവ് ഡിലീറ്റഡ്. റീസൈക്കിൾ ബിന്നാണ്. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന പ്ലേസിനെയാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഡിലീറ്റ് ആവില്ല, അത് റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവും. റീസൈക്കിൾ ബിന്നിൽ നിന്നും പിന്നെയും ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. CAD ഫുൾ ഫോമാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം ഇൻ എ വർക്ക് ഷീറ്റ് ഈസ് നോൺ ആസ് സെൽ. അതായത് ഒരു വർക്ക് ഷീറ്റിൽ ഒരു കോളത്തിൻ്റെയും ഒരു റോയിൻ്റെയും ഇൻ്റർസെക്ഷനെയാണ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർക്ക് ഷീറ്റിലെ ഏറ്റവും ബേസിക് യൂണിറ്റാണ് സെല്ല്. സെല്ലുകൾ ചേർന്നിട്ടാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ആവുന്നത്. ടേബിളുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു വർക്ക് ഷീറ്റ് ഉണ്ടാകുന്നത്. വർക്ക് ഷീറ്റ് കൂടിയിട്ടാണ് വർക്ക് ബുക്ക് ഉണ്ടാകുന്നത്. എ വർക്ക് ഷീറ്റ് കണ്ടെയ്ൻസ് ഡാഷ് നമ്പർ ഓഫ് കോളംസ്. 256 കോളംസ് ആണ് വരുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ക്യാൻ ബി സീൻ ഓൺ ഡാഷ് മെനു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഏത് മെനുവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? എഡിറ്റ് ആണ്. ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ ഈസ് കോൾഡ് ടാസ്ക് ബാർ. അപ്പോൾ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ എന്ന് പറയുന്നത് ടാസ്ക് ബാർ ആണ്. അതായത് ഒരു സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഹൊറിസോണ്ടൽ ബാർ കാണാം, അതിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. എൽ ഇൻ റോമൻ ലെറ്റേഴ്സ് മീൻസ് ഡാഷ്. 50 ആണ്. അതായത് റോമൻ ലെറ്റേഴ്സിൽ L സൂചിപ്പിക്കുന്നത് 50 ആണ്. D സൂചിപ്പിക്കുന്നത് 500, C സൂചിപ്പിക്കുന്നത് 100. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോയിൽ എന്തായാലും 20 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 59th ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ്, ടിം ബേർണേഴ്സ്-ലീ ആണ് ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് എന്നറിയപ്പെടുന്നത്. ഫുട് നോട്ട് കമാൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ് മെനു. ഇൻസേർട്ട് മെനുവിലാണ് ഫുട് നോട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഐക്കൺസ് ഇൻ ദ ഡെസ്ക്ടോപ്പ് കനോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ആട്രിബ്യൂട്ട്. അപ്പോൾ നമുക്ക് ഒരു ഡെസ്ക് ടോപ്പിലെ ഐക്കൺസിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ലാത്തത് ഏതാണ്? ആട്രിബ്യൂട്ടാണ്. അതിന് നമുക്ക് നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാം. സൈസ്, ടൈപ്പ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ആട്രിബ്യൂട്ടിൻ്റെ ബേസിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഫൈൻഡ് വൺ ഓഫ് ദാറ്റ് നോട്ട് ബിലോങ് ടു ബ്രൗസർ സോഫ്റ്റ്വെയർ. താഴെ പറയുന്നവർ ബ്രൗസർ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഗൂഗിളാണ്. അപ്പം ബ്രൗസർ സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ. ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് പേജ് നമ്പർ ഈസ് ഇൻസേർട്ടഡ് ഇൻടു ഡാഷ് ഹെഡർ ആൻഡ് ഫൂട്ടർ. അപ്പോൾ നമുക്കൊരു വേർഡ് ഡോക്യുമെൻറ്റിൽ പേജ് നമ്പർ നമുക്ക് ഹെഡറിലോ അല്ലെങ്കിൽ ഫൂട്ടറിലോ കൊടുക്കാവുന്നതാണ്. ഏതിൽ കൊടുത്താലും കുഴപ്പമില്ല. അടുത്തത്, വിൻഡോസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ദ ടേം സൈൻ ഇൻ മീൻസ് ലോഗ് ടു ആൻ എക്സിസ്റ്റിംഗ് ഇമെയിൽ അക്കൗണ്ട്. അപ്പോൾ സൈൻ ഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു എക്സിസ്റ്റിംഗ് ഇമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനെയാണ് സൈൻ ഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ
സെലക്ടിങ് വേർഡ് ഹെൽപ്പ്. വേർഡ് ഹെൽപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കീ ഏതാണ്? F1 ആണ് നമ്മൾ വേർഡ് ഹെൽപ്പിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത്. അപ്പോൾ കീബോർഡിൽ നമുക്ക് ടോട്ടൽ 12 ഫംഗ്ഷൻ കീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. കീബോർഡിൽ എത്ര ഫംഗ്ഷൻ കീസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 12 ആണ്. F1 മുതൽ F12 വരെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല ഇൻ എക്സൽ ഈസ് കറക്റ്റ് ടു ഫൈൻഡ് സം ഓഫ് സെൽ B1, B2 ആൻഡ് B3. അതായത് എക്സലിൽ നമുക്ക് B1, B2, B3 എന്നീ സെല്ലുകളിലെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ്, കറക്റ്റായിട്ടുള്ള ഫോർമുലയാണ് ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ B1 :B3. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് MS Excel ആണ്. MS Excel. അടുത്തത്, പിക്ക് വൺ ഫംഗ്ഷൻ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ഡേറ്റ് ഫംഗ്ഷൻ ഇൻ സ്പ്രെഡ്ഷീറ്റ്. ഡേറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഡേറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആണ്. ഇയർ, ഡേറ്റ്, നൗ. ഇയർ എന്നുള്ളത് ഇയർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റ് എന്നുള്ളത് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നൗ എന്നുള്ളത് കറൻറ്റ് ടൈം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. ആൻഡ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇവിടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. താഴെ പറയുന്നതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? MS Excel ആണ്. അപ്പോൾ ഇതിൽ വിൻഡോസ്, ലിനക്സ്, ഡോസ് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്നാൽ MS Excel എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. MS Excel എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ